ഹായ് ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കാണാം, ബെല്ലൈക്കൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതൊക്കെ കാണാം. എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞാൻ കറിയിലിടാൻ കറിവേപ്പില പൊട്ടിക്കാനും വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെ കറിവേപ്പില മരത്തിലൊക്കെ നിറച്ച് ഇലകളുണ്ടായിട്ട് നല്ല മഴയൊക്കെയാണല്ലോ അല്ലേ? എല്ലാവരും സേഫല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. വയനാട് ഉരുൾപൊട്ടലൊക്കെ നമ്മളെല്ലാവരും കേട്ടല്ലോ. എല്ലാവരും അതിൻ്റെ ഒരു ടെൻഷനിലാണ്. എന്തായാലും ആ ഒരു കുടുംബത്തിലൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ. പിന്നെ മരിച്ചവർക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ചെറിയ കുഞ്ഞു പൈതങ്ങൾ ലൈവൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം, ലൈവ് കേൾക്കാൻ പറ്റാഞ്ഞിട്ട് കട്ടാക്കുകയാണ്. അത്രയും സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് പിന്നെ നമ്മൾക്കതുകൊണ്ട് പറ്റണില്ല ഫുള്ളായിട്ട് കേൾക്കാനും ഒന്നിനും. ഓരോ കാര്യങ്ങളും അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രദേശമല്ല, രണ്ടാണ്. ഒന്നാകെ എന്താ പറയുക, വീടുകളും സ്കൂളും അമ്പലങ്ങളും പള്ളിയും ഒക്കെ പോയി നിരപ്പായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും അള്ളാഹു അങ്ങനെയുള്ള ആപത്തിൽ നിന്നൊക്കെ, എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ കറിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ളൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് നല്ല അതിൽ ഇലയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പം ഇലൻ്റെ ഒക്കെ ഭാരം കൊണ്ട് മരം ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങനെയൊക്കെ പോയി നിൽക്കണം. അപ്പോൾ ഞാൻ കറിയിലിടാൻ ഇല പൊട്ടിക്കാൻ പോയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാനിതാ കത്തി മുറിച്ചാക്കിയിട്ടത്. കത്തി മുറിച്ചാക്കുന്നത് എൻ്റെ അനിയന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതേന്. അപ്പോൾ അതിൽ വെച്ച് കരുതിയാൽ നല്ല മുറിച്ചായി കിട്ടും കേട്ടോ. ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ പിടിയൊക്കെ ആയിട്ട് ആ ഒരു ചക്രം പോലെ ഒരു സംഭവമാണ്. അത് ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ അതിൽ വെച്ച് കരുതിയാൽ നല്ല മൂർച്ചയാവും കേട്ടോ കത്തി. അതുപോലെ നമ്മൾ അരിവാ കത്തി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ. ഞാൻ നേരത്തെ കാണിച്ച ഒരു ബോട്ടിലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾക്ക് 1 മാസം 2 മാസത്തോളമൊക്കെ കേടുകൂടാതെ എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കാണണം കേട്ടോ. ഇപ്പോൾ ഇതാ ക്യാബേജൊക്കെ കട്ട് ചെയ്യാണ്, ഉപ്പേരിക്കുള്ളതാണ്. കാബേജ് തോരനിലേക്കുള്ള ചമ്മന്തിക്കാണ് ഇത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ചതക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കാബേജ് കട്ട് ചെയ്ത് നല്ല കഴുകി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം മഴ ആയതിനു ശേഷം ഞാനങ്ങനെ അടുപ്പിൽ കത്തിക്കാറില്ല കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അടുപ്പിൽ പുകക്കോലിൻ്റെ ആ ഭാഗത്തുനിന്ന് നല്ല വെള്ളം വരും. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ കൂടുതലും സ്റ്റൗവിൽ തന്നെയാണ് വെച്ചിട്ട് കറി, ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക. ചോറ് മാത്രമേ അടുപ്പിൽ വെക്കാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ കറി ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ അങ്ങനെ അടുപ്പിൽ കറി വെച്ചിട്ടുണ്ട്. കറി നമ്മൾ നത്തോലി മീൻ ഉണ്ടല്ലോ, വെത്തൽ, അത് മുളക് കറിയാണ്. അപ്പോൾ അത് അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള പുളി ഒക്കെ ഇട്ടിട്ട് കറി അങ്ങനെ കലക്കി നല്ല തിളക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കാബേജൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഒന്ന് നല്ല ഇപ്പോൾ കാബേജൊക്കെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കാബേജ് അതിലിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് വോയിസൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നല്ല മഴയാണ്. നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി അങ്ങനെ നിൽക്കുകയാണ്. പുഴയിൽ ഡാം തുറക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ ഡാം ഇതുവരെ തുറന്നിട്ടില്ല. ഡാം തുറക്കുമ്പോൾ പിന്നെ അവരവിടുന്ന് മുന്നറിയിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് അങ്ങനെ തുറക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇതിൽ ഉറപ്പിൽ നിൽക്കുകയാണ്. ആരും പോയിട്ടൊന്നുമില്ല, എല്ലാവരും നമ്മൾ ഈ ഭാഗങ്ങളുണ്ട്. മുന്നേ 2 പ്രളയം വന്ന് അന്നൊക്കെ ഈ പരിസരത്ത് നമ്മളീ ഭാഗങ്ങളിലുള്ളവർ എല്ലാവരും പോയിരുന്നു കേട്ടോ.
ആരും വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ പ്രളയമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് എല്ലാവരും തിരിച്ചു വന്ന് എല്ലാവരും അവരവരെ സ്വന്തം വീട്ടിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പോയിരുന്നത്. ഇപ്പോൾ അത് നമ്മളെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന് നമ്മൾ മീൻ കഴുകി അവിടെ ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നത്തോലി മീൻ അത് കറിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പോൾ ഇതാ ക്യാബേജൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ക്യാബേജ് ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ഒക്കെ മിക്സ് ചെയ്തതുണ്ടായിരുന്നല്ലോ, ചമ്മന്തി അരച്ചത്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് പിന്നെ ചെയ്തത്. ഒന്നുകൂടി അത് വേകട്ടെ. വെന്തിട്ടില്ലേ ക്യാബേജ്? പിന്നെ പാത്രങ്ങളൊക്കെ ആവുന്നത് അങ്ങനെ ഓരോന്നും ഞാൻ കഴുകിട്ടോ. എല്ലാ പാത്രം കൂടി ഒരുമിച്ച് കഴുകാൻ അങ്ങനെ ഞാൻ കൂട്ടിയിടില്ല. അങ്ങനെ സിങ്കിൽ ഇങ്ങനെ പാത്രമൊക്കെ അങ്ങനെ ഒരുപാട് കിടക്കുമ്പോൾ പിന്നെ ഭയങ്കര മടിയാട്ടാ. അപ്പോൾ ഒരു പാത്രം ഒരു കുഞ്ഞത് സ്പൂണായാലും എന്തായാലും വേണ്ടില്ല. അപ്പോൾ അത് ഒരു പാത്രമായ അത് ഞാൻ വേഗം അങ്ങനെ കഴുകി വെക്കും. അങ്ങനെ പിന്നെ എനിക്ക് അതാണ് ഒരു ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഈ നമ്മളെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുറേ പാത്രങ്ങളും കഴുകാനുണ്ടാവും. അപ്പോൾ അതങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ കുറേ അങ്ങോട്ട് കൂട്ടിയിടാതെ ആകുന്ന ഓരോ പാത്രങ്ങൾ നമ്മൾക്ക് അങ്ങനെ കഴുകിയെടുത്താൽ മതി. കാബേജ് തോരനും കറിയൊക്കെ റെഡി ആയി. അപ്പോഴേക്കും മീൻ അയല ഉണ്ടായിരുന്നു. അയല ഞാനവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയല ഒന്ന് മസാല തേച്ച് വെക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. മസാല തേച്ച് ഒന്ന് കുറച്ച് നേരം നമ്മളവിടെ വെക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് നല്ല ആ എരിവും പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ അയലമീൻ അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കറി ഒന്ന് വറവിട്ടെടുക്കാൻ പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒന്ന് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അവിടെ നൈലു ബേബി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നൈലു ബേബി എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത്. അവൾ അതെന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ അവളോട് സംസാരിച്ചിട്ട് ഞാൻ ഓരോ ജോലികൾ അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാ നമ്മളെ കറിയൊക്കെ ഒന്ന് വറവിട്ടെടുത്തതിന് ശേഷം അയലമീൻ മസാല തേച്ച് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് മീനൊന്ന് അതിലേക്ക് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് അയല മീൻ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ തന്നെ കഴിക്കുള്ളൂ. പക്ഷേ ഇത് എനിക്ക് എൻ്റെ ഉപ്പ ഞങ്ങൾ വീട്ടിൽ പോയാൽ എപ്പോഴും ഇങ്ങനെയാണ് മീൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വന്ന മക്കൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. അവിടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നാകെ ഇങ്ങനെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, അങ്ങനെ വീട്ടിൽ ചെയ്യൂല. അപ്പോൾ ആ ഒരു എന്താണ് ശീലം, ആ ഒരു ഇഷ്ടം എന്താണെന്ന് അറിയില്ല. അയല മത്തിയൊക്കെ പിന്നെ നമ്മളങ്ങനെ ഫുള്ളായിട്ട് തന്നെയാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുക. അയലൊക്കെ പീസാക്കിയിട്ടൊക്കെയാണല്ലോ ഫ്രൈ ചെയ്യുക. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ കഴിക്കാനുമാണ് ഇഷ്ടം, കാണാനും കഴിക്കാനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ക്ലീനിങ്ങും ഒക്കെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസമായിട്ട് അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് പിന്നെ മുറ്റടിച്ച് വരലും അങ്ങനെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുറ്റടിക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ച് വരൽ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തുടച്ചൊക്കെ എല്ലായിടത്തും ഒന്ന് എടുത്ത്. പിന്നെ എല്ലാതും നമ്മൾ തന്നെ ചെയ്യണമല്ലോ, ഒരാൾ മാത്രമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതൊന്നും എടുക്കുക ഇതൊന്നും എടുക്കുക അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം കിച്ചണിലതും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാതും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ അങ്ങനെ സിമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ വന്ന് ചെയ്തത് കേട്ടോ. ചോറിനുള്ള വെള്ളം കുക്കറിൽ വെച്ചിരുന്ന്. അപ്പോഴേക്കും വെള്ളം നല്ലപോലെ തിളച്ച് വന്ന് പിന്നെ അരി ഇടാൻ നിന്ന്.
അരി നല്ല കുക്കറിൽ നല്ല കഴുകി ക്ലീനാക്കി നമ്മൾ അരി നല്ല പോലെ കഴുകണം കേട്ടോ. നല്ലൊരു പശ പോലെയൊക്കെ ഉണ്ടാവും. നല്ല ചുടുവെള്ളത്തിലും ഒക്കെ കഴുകി ഇട്ടാണ് പിന്നെ ചോറ് വെക്കാറുള്ളൂ കേട്ടോ. നല്ല പോലെ കഴുകും, എന്നിട്ടാണ് ചോറ് വെക്കുക. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം, ചുടുവെള്ളത്തിലൊക്കെ അരി കഴുകണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ അങ്ങനെ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ അടിയിൽ നിന്ന് വരെ അത് അങ്ങനെ ഇടുള്ളൂ കേട്ടോ. പിന്നെ അതങ്ങനെ ഓഫാക്കിയിട്ട് ഒന്ന് എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് അങ്ങനെ നമ്മളങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോഴൊക്കെ മീനൊക്കെ ഇതാ ഒരു ഭാഗമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇപ്പോൾ ഇതാ കുട്ടികൾ നൈലു ബേബിയും അൻഫും ഒക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. അവർക്കന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഒരു അൻഫുമൊക്കെ കളിക്കുന്നുണ്ട്. നൈലു ബേബി പിന്നെ ഇക്ക വന്നതിന് ശേഷം പിന്നെ അവൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, ഇക്കാൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നേഹമോളും നശ്വയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മാറി നിന്നതാണ്. ഇപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും കൂടി അവിടെ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുകയാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. സ്കൂളില്ലല്ലോ, കളിക്കണം എന്നുള്ള ഒരു ഇതാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ അടിച്ചു വാരലും തുടക്കലും എല്ലാതും കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇതാ പപ്പടം പൊരിക്കാനും കൂടി ഉണ്ടായിരുന്നു. പപ്പടം കൂടി പൊരിച്ച് വെച്ചിട്ട് പിന്നെ കിച്ചൺ വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി മുറ്റടിച്ച് തരാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ എല്ലാതും സ്റ്റൗവും ടൈലും എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും പപ്പടം പൊരിക്കുമ്പോഴും ഒക്കെ വെളിച്ചെണ്ണ ഒക്കെ തെറിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം അപ്പോൾ നമ്മൾ ഡെയിലി ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണല്ലോ എല്ലാവരും. ടൈലൊക്കെ തെറിച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാതെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വരും. അപ്പോൾ അത് ഒക്കെ എല്ലാതൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊരു തുണി കൂട്ടി അങ്ങനെ പിടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിടെ പപ്പടം പൊരിച്ചിട്ടപ്പോൾ വെച്ചിട്ടുള്ളായിരുന്നല്ലോ. അപ്പോൾ ചൂടുണ്ടായിരുന്നു. അതാണ് ഞാനൊരു തുണി ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയപ്പോൾ നമ്മളെ ഹരിത കർമ്മസേന ഉണ്ടല്ലോ, അവർ നമ്മളെ പ്ലാസ്റ്റിക് കവർ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകാൻ അതിന് വന്നതായിരുന്നു കേട്ടോ. 50 രൂപ നമ്മൾ കൊടുക്കണം. 50 രൂപ കൊടുത്താലും നല്ലത് തന്നെ. പക്ഷേ നമ്മൾ ഈ കവറൊന്നും കത്തിക്കാനും ഒന്നും പാടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളെ ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ വന്ന് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കിണറിലൊക്കെ ഇത് മുന്നത്തെ ഇപ്പോൾ ഇതിനേക്കാളും നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കിണറിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഞാൻ കവറൊക്കെ കൊണ്ട് കൊടുക്കും. കവറൊക്കെ നല്ല എന്ത് കവറും അങ്ങനെ നമ്മൾ മീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കവറൊക്കെ നല്ല കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതവർ നമ്മൾ കൊടുത്ത കവറൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചോറും കറിയും ഉപ്പേരിയും പപ്പടവും എല്ലതും ആയിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയാണ് ഇതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് മുറ്റടിക്കാനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കുക്കിങ്ങും ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും നമ്മൾക്ക് വേണം. പിന്നെ എല്ലാവരും ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം മൂടി കിടക്കുകയാണ്. ഇവയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നേഹമ്മോളും ഉണ്ടായിരുന്നു നമ്മളവിടെ ഫുഡ് കഴിക്കാനൊന്ന്. അന്നത്തെ ഒരു ദിവസം ബിരിയാണി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കേട്ടോ. അനിയൻ്റെ വീട്ടിൽ നിന്ന് അന്ന് കുറച്ച് ബിരിയാണിയും കൂടി കൊണ്ടുവന്ന് തന്നിന്. അപ്പോൾ അതും ചോറും ഒക്കെ നമ്മളിത് കഴിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.